ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന എക്കോളജി ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഓർഗാനിസംസിനെ ബാധിക്കുന്ന എബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചും ആ എബയോട്ടിക് ഫാക്ടേഴ്സിനോട് ജീവജാലങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ്. നമുക്കറിയാം, വ്യത്യസ്തമായ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതുപോലെ വ്യത്യസ്തമായ ഒട്ടേറെ ഹാബിറ്റാറ്റുകളിൽ ഒട്ടേറെ ഇക്കോസിസ്റ്റംസിൽ ജീവജാലങ്ങളുണ്ട്. പക്ഷേ ഈ ജീവജാലങ്ങളെല്ലാം ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ജീവജാലങ്ങളിൽ പ്രത്യേകിച്ച് ചില ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ജീവിയും ജീവിക്കുന്ന ചുറ്റുപാടുകളോട് പരമാവധി പൊരുത്തപ്പെട്ടുകൊണ്ട് പ്രത്യുൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ട് വംശവർദ്ധനവിന് ഉതകുന്ന തരത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന ക്യാരക്ടേഴ്സിനെ, ഫീച്ചേഴ്സിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ദ ഫീച്ചേഴ്സ് ക്യാരക്ടേഴ്സ് ഷോൺ ബൈ ഓർഗാനിസംസ് ടു സക്സസ്ഫുള്ളി റെസ്പോണ്ട് ടു ദെയർ എൻവയോൺമെൻറ്റ്സ്, ദാറ്റ് ഈസ് കാൾഡ് അഡാപ്റ്റേഷൻസ്. ഈ അഡാപ്റ്റേഷൻസ് ചിലപ്പോൾ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻസ് ആവാം, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് ആവാം, ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ആവാം, അനാട്ടമിക്കൽ അഡാപ്റ്റേഷൻസ് ആവാം. വ്യത്യസ്ത തരം അഡാപ്റ്റേഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ കങ്കാരു റാറ്റ് എന്ന ഒരു പ്രത്യേകതരം എലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മരുഭൂമികളിൽ വളരെ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നതാണ് ഇവ. അതേപോലെ തന്നെ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ട്. കള്ളിമുൾ ചെടികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒപ്പൻഷ്യ തുടങ്ങിയ പ്ലാന്റുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവ കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ ഹൈഡ്രോഫൈറ്റിക് പ്ലാന്റ്സുകൾ, വെള്ളത്തിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യ ചാപ്റ്ററുകളിൽ പഠിച്ചു. ഇവ കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയായിരിക്കാം? ഇങ്ങനെ വ്യത്യസ്തമായ ചില ജീവികൾ കാണിക്കുന്ന അഡാപ്റ്റേഷൻസിനെ കുറിച്ച് ചില പ്രധാനപ്പെട്ട പോയിന്റ്സാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അതിലാദ്യമായി കങ്കാരു റാറ്റിലേക്ക് വരാം. കങ്കാരു റാറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ അവയ്ക്ക് കിട്ടുന്ന വെള്ളം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ശരീരത്തു നിന്നുള്ള ജലനഷ്ടം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി രണ്ട് പ്രധാനപ്പെട്ട അഡാപ്റ്റേഷൻസാണ് ഈ കങ്കാരു റാറ്റ് കാണിക്കുന്നത്. ഒന്ന്, നമ്മളെയൊക്കെ മറ്റ് ആനിമൽസൊക്കെ ചെയ്യുന്നത് പോലെ ലിക്വിഡ് ഫോമിൽ അവ യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നില്ല. പകരം സോളിഡ് ഫോമിലുള്ള യൂറിനാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്, നാമൊക്കെ കഴിക്കുന്ന ആഹാരം, പ്രത്യേകിച്ചും ഫാറ്റ്, കൊഴുപ്പ്, എണ്ണവർഗത്തിൽപ്പെടുന്ന കൊഴുപ്പ് ഉള്ള ആഹാരം കഴിക്കുമ്പോൾ ഈ കൊഴുപ്പ് ഡൈജസ്റ്റ് ചെയ്ത് സിമ്പിൾ കോമ്പൗണ്ട്സായി മാറുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഉണ്ട്. നമുക്കത് പഠിക്കാനില്ല. ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നു, ഫാറ്റിൻ്റെ ഡൈജഷൻ. ഇപ്പം ഇത് കങ്കാരു റാറ്റിൽ ഈ ഒരു മെറ്റാബോളിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഡൈജസ്റ്റീവ് പാത്വേയിൽ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് വാട്ടർ തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി വാട്ടർ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അത് ഫാറ്റിൽ നിന്ന് സ്വയമായി വാട്ടർ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ആൾട്ടർനേറ്റ് മെറ്റാബോളിക് പാത്വേയിലൂടെ വെള്ളം കണ്ടെത്തുവാൻ കങ്കാരു റാറ്റിന് കഴിയുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് കങ്കാരു റാറ്റിനെ സംബന്ധിച്ചുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അടുത്തതായി പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, വാട്ടർ പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, വെള്ളത്തിൻ്റെ മേൽ കിടക്കുന്ന ആമ്പലിൻ്റെയും താമരയുടെയും ഒക്കെ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഇലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ആ വെള്ളം, ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വീണ് കണ്ടിട്ടുണ്ട്. എണ്ണത്തുള്ളി ഇങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ എണ്ണത്തുള്ളി നിൽക്കുന്നത് പോലെ ആ വെള്ളം ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നത്, തെന്നിപ്പോകുന്ന രീതിയിൽ നിൽക്കുന്നതാണ്. കാരണം ആ ലീഫിൻ്റെ മേളിൽ വെള്ളവുമായി പെട്ടെന്ന് ഇൻറ്ററാക്ട് ചെയ്യാത്ത രീതിയിൽ, വെള്ളത്തിൽ അഴുകിപ്പോകാത്ത രീതിയിലുള്ള വാക്സി കോട്ടിംഗ് ഉണ്ടാകും, മെഴുകുപോലുള്ള ആവരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ലീഫും മറ്റുമൊക്കെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങിക്കിടക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ അവയ്ക്കുള്ളിൽ എയർ സ്പേസസ് ഉണ്ടാകും. എയറൻ കൈമ സെൽസ്, ഫ്ലോട്ടിങ് ബോയൻസി കീപ്പ് ചെയ്യുന്ന എയറൻ കൈമ സെൽസും ഉണ്ടാകാം. ഇത് വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. നമുക്ക് അവിടെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് നമ്മുടെ പുസ്തകം പറയുന്നില്ല. എന്നാൽ മരുഭൂമിയിൽ വളരുന്ന പ്ലാന്റ്സിലേക്ക് വന്നാൽ സീറോഫൈറ്റിക് പ്ലാന്റ്സ് കാണിക്കുന്ന പ്രധാനപ്പെട്ട അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, മെനി ഡെസേർട്ട് പ്ലാന്റ്സ് ഹാവ് തിക്ക് ക്യൂട്ടിക്കിൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിൽ നിന്ന്, ബോഡി സർഫസിൽ നിന്ന് വെള്ളം പെട്ടെന്ന് വെപ്പറൈസ് ചെയ്യുന്നത് തടയുന്ന രീതിയിലുള്ള മെഴുകു പോലുള്ള ആവരണമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്ത് ഉള്ള രോമകൂപങ്ങളുടെ ബേസിലുള്ള സുഷിരങ്ങളിലൂടെ വെള്ളം ആവിയായി പോകുന്നുണ്ടല്ലോ. നമ്മളതിനെ പെർസ്പിറേഷൻ എന്നാണല്ലോ വിളിക്കുന്നത്. പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. സ്റ്റൊമാറ്റ വഴി വെള്ളം നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിന് മേളിൽ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടെങ്കിൽ അത്ര സുഗമമായി പെട്ടെന്ന് വെള്ളം നഷ്ടപ്പെടത്തില്ല. ഒന്ന്.
രണ്ടാമതായി, their stomata are arranged in deep pits. ഫസ്റ്റ് ഇയർ നമ്മൾ ജിംനോസ്പം പഠിച്ചപ്പോൾ അവിടെ ഒരു വാക്ക് പഠിച്ചു, സങ്കൺ സ്റ്റൊമാറ്റ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സാധാരണ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, ലീഫിൻ്റെ സർഫസിൽ ഏറ്റവും മേളിൽ എപ്പിഡെർമിസ് ഉണ്ട്. ആ എപ്പിഡെർമിസിൻ്റെ മേളിലാണ് ക്യൂട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, എപ്പിഡെർമിസ്. ആ എപ്പിഡെർമിസിൽ ആ ലെവലിൽ തന്നെ ഇരിക്കുന്ന ഗോഡ് സെൽസ്, ആ ഗോഡ് സെല്ലിൻ്റെ ഇടയിലുള്ള സുഷിരമാണല്ലോ സ്റ്റൊമാറ്റ. എന്നാൽ ഇവിടെ നിങ്ങൾ കാണുന്നത് സാധാരണ ലീഫിൽ നിന്ന് വ്യത്യസ്തമായി എപ്പിഡെർമിസിൻ്റെ ലെവലിൽ നിന്ന് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ഗോഡ് സെൽസ് സ്വല്പം ഒന്ന് താന്നിരിക്കുന്നത് കാരണം അതിൻ്റെ ഓപ്പണിങ് ലീഫ് സർഫസ് ലെവലിൽ നിന്ന് സ്വല്പം കൂടെ താന്നിരിക്കുമ്പോൾ പെട്ടെന്ന് വാട്ടർ എയറിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടത്തില്ല. ആ ഡിഫ്യൂഷനെ തടയുന്ന സങ്കൺ സ്റ്റൊമാറ്റയും നിങ്ങൾക്ക് കാണാം. ദാറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്. 3, ഇൻ സം പ്ലാന്റ്സ് ലൈക്ക് ഒപ്പൻഷ്യ, ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒപ്പൻഷ്യ പ്ലാന്റ് ഓർക്കുന്നുണ്ടല്ലോ, ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. ഒപ്പൻഷ്യ പ്ലാന്റിൽ ഫ്ലാറ്റ് ഫ്ലഷി സ്റ്റെംസ് കാണാം. അവയുടെ സർഫസിൽ നമുക്ക് ആകെ കാണുന്നത് മുള്ളുകളാണ്, ലീഫില്ല. എന്തുകൊണ്ട് ലീഫില്ല? ലീഫാണ് ഒരു പ്ലാന്റിൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്നത്. അപ്പോൾ ലീഫ് ഇല്ലാതാവുക വഴി സർഫസ് ഏരിയ കുറച്ചുകൊണ്ട് സ്റ്റൊമാറ്റ ഇല്ലാതാക്കിക്കൊണ്ട് വാട്ടർ ലോസ് പരമാവധി കുറയ്ക്കുന്നു. അപ്പോൾ പിന്നെ ലീഫ് ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്തണ്ടേ? ഫോട്ടോസിന്തസിസ് നടത്തുന്നതിന് വേണ്ടി ഇവയുടെ സ്റ്റെമ്മ് ഫ്ലാറ്റ് ഫ്ലഷി സ്റ്റെമ്മാണ് വിത്ത് ക്ലോറോഫില്ലുമാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ലീഫ് ഇല്ലാതായി എങ്കിൽ ആ ലീഫ് പിന്നെ എന്ത് ചെയ്തു? അത് മോഡിഫൈ ചെയ്ത് സ്പൈനായി. ഒരേ സമയത്ത് 2 പർപ്പസാണ്, ലീഫ് ഇല്ലാതാക്കുക, അതോടൊപ്പം ഈ സ്പൈൻസ് ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇവ പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ മരുഭൂമിയിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്ലാന്റ്സിൻ്റെ എണ്ണം തന്നെ വളരെ കുറവാണല്ലോ. ആ പരിമിതമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന പ്ലാന്റ്സിനെ ആയിരിക്കും അവിടെയുള്ള ആനിമൽസ്, കൺസ്യൂമേഴ്സ് ആക്രമിക്കുന്നത്. ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിൽ ഇവയുടെ സർഫസിൽ ലീവ്സ് ആർ മോഡിഫൈഡ് ടു സ്പൈൻസ് ലൈക്ക് ഒപ്പൻഷ്യ. 4ാമതായിട്ട്, they also have a special photosynthetic pathway called CAM pathway, CAM, crassulacean acid metabolism. അതാണ് അതിൻ്റെ ഫുൾ ഫോം, ക്രാസുലേസിയൻ ആസിഡ് മെറ്റാബോളിസം. ക്രാസുലേസിയ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ പെടുന്ന മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സും കാണിക്കുന്ന ഒരു അഡാപ്റ്റേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ പഠിക്കാനില്ല എങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു സാധാരണ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലീഫിലുള്ള സ്റ്റൊമാറ്റ അത് തുറന്നിരുന്നെങ്കിൽ മാത്രമേ അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് കടക്കത്തുള്ളൂ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്ലാന്റിൻ്റെ ലീഫ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഒരു പ്ലാന്റ് ആ പകൽ സമയത്ത് അതിൻ്റെ സ്റ്റൊമാറ്റ എല്ലാം ഓപ്പൺ ആക്കി വെക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു വരുന്നു, ലീഫിനുള്ളിൽ വരുന്നു. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതുപോലെ ഡാർക്ക് റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ അതോടൊപ്പം ഈ തുറന്നിരിക്കുന്ന സ്റ്റൊമാറ്റയിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നോർമൽ പ്ലാന്റ്സിൻ്റെ അവസ്ഥയാണ്. എന്നാൽ സീറോഫൈറ്റിക് പ്ലാന്റിൻ്റെ പ്രശ്നം എന്താണ്? ഇങ്ങനെ പകൽ സമയത്ത് തീക്ഷ്ണമായി പ്രകാശമുള്ള വെയിലുള്ള ടെമ്പറേച്ചറുള്ള പകൽ സമയങ്ങളിൽ ഫോട്ടോസിന്തസിസിന് വേണ്ടി പ്ലാന്റ് സ്റ്റൊമാറ്റ തുറന്നു കൊടുത്താൽ ആ സ്റ്റൊമാറ്റയിലൂടെ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കടക്കുമെന്നുള്ളത് ശരിയാണ്, പക്ഷേ വാട്ടർ ഒരുപാട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവയ്ക്ക് പകൽ സമയത്ത് സ്റ്റൊമാറ്റ അടച്ചു വയ്ക്കേണ്ടുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഫോട്ടോസിന്തസിസ് എങ്ങനെ നടക്കും? പകലല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് കയറി വരത്തുള്ളൂ. കക്ഷത്തിരിക്കുന്ന പോകാതെ ഉത്തരത്തിരിക്കുന്ന എടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് പ്ലാന്റിന്. അകത്തു നിന്ന് വാട്ടർ പോവുകയും ചെയ്യരുത്, പുറത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കയറുകയും വേണം. നമ്മുടെയൊക്കെ ചില പ്രദേശങ്ങളിൽ ഈ പബ്ലിക് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ പൈപ്പുകളിൽ വെള്ളം വരുന്നത് ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും. നമ്മളെന്താ ചെയ്യുന്നത്? രാത്രി 12 മണിക്ക് നമുക്ക് വെള്ളം ഒന്നില്ല, കുടിക്കുകയും കഴിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ പലരും ചെയ്യുന്നത് രാത്രി സമയത്ത് വരുന്ന വെള്ളം ഏതെങ്കിലും ടാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടിട്ട് അതിൽ സംഭരിച്ചു വെച്ചുകൊണ്ട് പകൽ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കും. ഇതേ ഒരു ടെക്നിക്കാണ് ഈ കാം പ്ലാന്റ്സ് ചെയ്യുന്നത്. അവ എന്ത് ചെയ്യും? രാത്രിയിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രാത്രി സമയത്ത് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യും. ആ സ്റ്റൊമാറ്റയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു വരികയും ആ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റിനുള്ളിലേക്ക് വന്നിട്ട് അത് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡുമായി ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് അവസാനം മാലിക് ആസിഡായി മാറുന്നതെന്ന് കാണാം. C4 ആസിഡായ മാലിക് ആസിഡ് നിങ്ങൾ ഫസ്റ്റ് ഇയർ കേട്ടതാണ്. ഈ മാലിക് ആസിഡ് ഇതിൻ്റെ വാക്യൂളിൽ, സെല്ലിനകത്തുള്ള വാക്യൂൾ ഫേനങ്ങൾ എന്ന അറകൾക്കുള്ളിൽ സംഭരിക്കപ്പെടുന്നു, അവിടെ കിടക്കും. എന്നിട്ട് പകലാകുമ്പോൾ എന്ത് സംഭവിക്കും?
സ്റ്റൊമാറ്റ അടയ്ക്കും. ഈ സമയത്താണല്ലോ ലൈറ്റ് വരുന്നത്, ഫോട്ടോസിന്തസിസ് നടത്തേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ പ്ലാന്റ്സിൽ ഈ വാക്യൂളിനകത്ത് സംഭരിക്കപ്പെട്ടിരിക്കുന്ന മാലിക് ആസിഡ് വാക്യൂളിൽ നിന്ന് പുറത്ത് സൈറ്റോപ്ലാസത്തിലേക്ക് വന്നിട്ട് അത് അസോസിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് പൈറുവിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നതെന്ന് ഇവിടെ കാണാം. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് അവൈലബിൾ ആവുകയും ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പകൽ അത് ഫോട്ടോസിന്തസിസ് നടത്തുകയും ചെയ്യും. ദിസ് ഈസ് എ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ. കണ്ടില്ലേ? ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ. പ്രസൻസ് ഓഫ് സ്പൈൻ മോർഫോളജിക്കൽ അഡാപ്റ്റേഷനാണ്. സങ്കൺ സ്റ്റൊമാറ്റ അനാട്ടമിക്കൽ അഡാപ്റ്റേഷനാണ്. അതാണ് ആദ്യം പറഞ്ഞത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ് ആർ ദെയർ ഇൻ പ്ലാന്റ്സ്. ഇതാണ് കാം പ്ലാന്റ്സ്. അത്രയൊന്നും ഡീറ്റെയിൽ നമ്മുടെ പുസ്തകത്തിൽ ഇല്ല എങ്കിലും മറ്റൊരു അഡാപ്റ്റേഷനെ കുറിച്ചാണ് ഏത്? ടു ഓവർകം സ്കേഴ്സിറ്റി, വാട്ടർ സ്കേഴ്സിറ്റി കണ്ടീഷൻസ്. ജല ദൗർലഭ്യം പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി പ്ലാന്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ 4 അഡാപ്റ്റേഷൻ പറഞ്ഞു. പുസ്തകത്തിലില്ലാത്ത 5ാമതൊരു അഡാപ്റ്റേഷൻ കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരം പ്ലാന്റ്സിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം കാണും. പ്രസൻസ് ഓഫ് വെൽ ഡെവലപ്ഡ് റൂട്ട് സിസ്റ്റം. എന്തിനാണ്? സോയിലിൽ ഏതെങ്കിലും ഭാഗത്ത് വാട്ടറിൻ്റെ നേരിയ അംശമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം വലിച്ചെടുക്കാൻ ഉതകുന്ന രീതിയിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റവും മറ്റൊരു അഡാപ്റ്റേഷനാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 5 അഡാപ്റ്റേഷൻസ് നിങ്ങൾ ഓർക്കുക. നല്ലൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒട്ടേറെ പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റുമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഷോൺ ബൈ ഡെസേർട്ട് പ്ലാന്റ്സ് ടു ഓവർകം വാട്ടർ സ്കേഴ്സിറ്റി എന്നുള്ളത്. ഇനി മറ്റൊരു കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇവിടെ 3 തരം ഫോക്സിനെയാണ് നിങ്ങൾ കാണുന്നത്. അതിൽ ഏറ്റവും ചെറിയ തലയും ചെവിയുമൊക്കെയുള്ള ആർട്ടിക് ഫോക്സ്, വാക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫോക്സാണ് ആർട്ടിക് ഫോക്സ്. കുറച്ചും കൂടി ടെമ്പറേറ്റ് റീജിയൻസിലേക്ക് വരുമ്പോൾ കാണപ്പെടുന്ന ഫോക്സാണ് റെഡ് ഫോക്സ്. ആൻഡ് ഏറ്റവും ഉഷ്ണാവസ്ഥയുള്ള ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഡെസേർട്ട് ഫോക്സ്. ഇങ്ങനെ ഈ 3 തരം ഫോക്സിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവയിൽ ഏറ്റവും വലിയ പിന്നെ, ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഏറ്റവും വലിയ പിന്നെ ഉള്ളത് ഡെസേർട്ട് ഫോക്സിനാണ്. അതിൽ നിന്നും റെഡ് ഫോക്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നെയുടെ സൈസ് കുറയുന്നത് കാണാം. 3ാമത്തെ കേസിൽ ആർട്ടിക് ഫോക്സിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ചെറുതാവുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഈ ഒരു ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള വേരിയേഷൻ അനുസരിച്ച് കൊണ്ട് ജീവജാലങ്ങളുടെ ശരീരഭാഗങ്ങൾ, പ്രത്യേകിച്ചും പിന്നെയും അതുപോലെ തന്നെ ലിംബുകളുടെയും ഒക്കെ സൈസ് ചെറുതായി പോകുന്നത് പോളാർ റീജിയനിലേക്ക് പോകും തോറും. ഇതിന് അലൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷനാണ്. എന്താണ്? സർഫസ് ഏരിയ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമാണ്. ട്രോപ്പിക്കൽ റീജിയൻസിൽ ഹൈ ടെമ്പറേച്ചറുള്ള ഭാഗത്ത് അവയുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് സർഫസ് ഏരിയയിൽ കൂടിയാണ് നഷ്ടപ്പെടേണ്ടുന്നത്. അതിന് സർഫസ് ഏരിയ കൂടിയിരിക്കുന്നു. എന്നാൽ പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ മുമ്പ് നമ്മൾ കേട്ടതുപോലെ ബോഡിയുടെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് കൂടും. അങ്ങനെ ഹീറ്റ് ലോസ് കൂടുന്നത് തടയാൻ അല്ലെങ്കിൽ ഹീറ്റ് ലോസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബോഡി പാർട്സിൻ്റെയും ഒക്കെ സൈസ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ള അലൻ്റെ കൺസെപ്റ്റിനെയാണ് അലൻസ് റൂൾ എന്ന് പറഞ്ഞ് പുസ്തകം പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം ആ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് ബ്ലബ്ബർ എന്നൊരു വാക്ക് കാണാം. ഈ ചിത്രത്തിൽ കാണുന്ന സീൽ നിങ്ങൾ പലപ്പോഴും നെറ്റിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വളരെ ഐസ് ഉറഞ്ഞു കിടക്കുന്ന സമുദ്രഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ബോഡി കുലുക്കിക്കൊണ്ട് നീന്തി കരയിലേക്ക് കയറി വരുന്ന സീലുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐസ് കട്ടയുടെ പുറത്ത് കിടക്കുന്ന ഈ സീലുകളുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് നഷ്ടപ്പെടാതെ തടയുന്നതിന് വേണ്ടി അവയുടെ സ്കിന്നിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ഒരു വളരെ കട്ടിയുള്ള ഫാറ്റിൻ്റെ ലെയറുണ്ട്. ആ ഫാറ്റിൻ്റെ ലെയറിനെ വിളിക്കുന്ന പേരാണ് ബ്ലബ്ബർ. ഇത് പലപ്പോഴും എൻട്രൻസിൽ ഉൾപ്പെടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു വേർഡാണ് ബ്ലബ്ബർ. സീലിൽ ഹീറ്റ് ലോസ് തടയുന്ന ഫാറ്റിൻ്റെ ലെയറിനെ വിളിക്കുന്ന പേര് ബ്ലബ്ബർ. അഗെയിൻ അഡാപ്റ്റേഷൻ്റെ മറ്റൊരു കേസിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങളൊരു പക്ഷേ ടൂറൊക്കെ പോകുമ്പോൾ, ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ, മലയൊക്കെ കയറിപ്പോകുമ്പോൾ, ശബരിമലയൊക്കെ പോയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ പോയിട്ടുള്ളവർക്കോ വയനാടൻ ചുരമൊക്കെ കയറി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ നമുക്കൊരു തലകറക്കമോ ഒരു ഓക്കാനമോ ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണിത്? ഇപ്പോൾ പുസ്തകത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മെനി ട്രൈബൽസ് ലിവിങ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഹിമാലയ എക്സ്പീരിയൻസ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. എന്താണ് വാക്ക്? ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. ഉയരങ്ങളിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ. നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ എന്താണ് ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്? വാട്ട് ആർ ദ സിംറ്റംസ്? ഞാൻ പറഞ്ഞു, നാസിയ, ഒക്കാനം, ഫാറ്റിഗ്, തളർച്ച, ആൻഡ് ഹാർട്ട് പാൽപിറ്റേഷൻസ്. നമ്മൾ സാധാരണ നമ്മുടെ ഹൃദയമിടിപ്പിനൊരു താളമുണ്ടല്ലോ, ഈ താളം തെറ്റൽ. ദീസ് ആർ ദ സിംറ്റംസ്. വാട്ട് ഈസ് ദ കാസ്? ബിക്കോസ് ഓഫ് ലോ അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ ബോഡി ഡസൻറ്റ് ഗെറ്റ് ഇനഫ് ഓക്സിജൻ. ദാറ്റ് ഇസ് ദ റീസൺ. നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറയും എന്നറിയാമല്ലോ. പ്രഷർ കുറയുക എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്പേസിൽ കാണപ്പെടുന്ന എയറിൻ്റെ അളവ് കുറയുകയാണല്ലോ പ്രഷർ കുറയുക എന്ന് പറയുന്നത്. അപ്പോൾ ആ എയറിൻ്റെ ഒരു കമ്പോണൻ്റായ ഓക്സിജൻ്റെ അളവും കുറയും. അപ്പോൾ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ സാധാരണ പോലെ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന എയർ സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് ശ്വസിക്കുന്നത്രയും താഴെ ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് ശ്വസിക്കുന്നത്രയും എയർ ഉള്ളിലേക്ക് കയറി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഓക്സിജനും കുറച്ച് മാത്രമായിരിക്കും ഉള്ളിലേക്ക് എത്തുന്നത്. ആ ഓക്സിജൻ്റെ കുറവനുസരിച്ച് ശരീരം നമുക്ക് നൽകുന്ന സൂചനയാണ് താൻ ഓക്സിജൻ കുറയുന്നു, ഇനിയും ഓക്സിജൻ കുറഞ്ഞാൽ അതിനകത്ത് അപകടമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ശരീരം നൽകുന്ന സൂചനയാണ് ഈ പറഞ്ഞ സിംറ്റംസ്. ഫാറ്റീഗ്, തളർച്ച, നോസിയ, ഓക്കാനം ആൻഡ് ഹാർട്ട് പാൽപിറ്റേഷൻസ്, ഹൃദയ താളത്തിൻ്റെ വ്യതിയാനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വല്ലപ്പോഴും പോയി തിരിച്ചു വരുന്നവരാണ്. എന്നാൽ സ്ഥിരമായി ഹിമാചൽ പ്രദേശിലായാലും നീലഗിരി കുന്നുകളിലായാലും ഒക്കെ ജീവിക്കുന്ന ട്രൈബൽസ് ഉണ്ട്. അവർ സ്ഥിരമായി അവിടെ ജീവിക്കുകയാണ്. അവർക്ക് എങ്ങനെ ഇതുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നു? അവർ ബോഡി അതിന് അഡാപ്റ്റഡ് ആണ്. ബൈ 3 മീൻസ്. നമ്മുടെ പുസ്തകത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ബൈ ഇൻക്രീസിങ് RBC പ്രൊഡക്ഷൻ, റെഡ് ബ്ലഡ് സെൽസ്. നിങ്ങൾക്കറിയാമല്ലോ, RBC റെഡ് ബ്ലഡ് സെൽസ് ആണ് ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുന്നത്. ഈ റെഡ് ബ്ലഡ് സെൽസിൻ്റെ എണ്ണം നമ്മുടെ ശരീരത്തുള്ളതിനേക്കാൾ എണ്ണം അവരിൽ കൂടുമ്പോൾ പരമാവധി ലഭ്യമായ ഓക്സിജനെ പെട്ടെന്ന് ക്യാരി ചെയ്യുവാനുള്ള കഴിവ് അവയ്ക്ക് കിട്ടും. 1. 2, ഡിക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. എന്താ ഈ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ? നോർമൽ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ കാണാം. 1 ഗ്രാം ഹീമോഗ്ലോബിന് 1.36, 1.34 to 1.36 ml ഓക്സിജനെ പിടിച്ചു വയ്ക്കാനുള്ളൊരു കഴിവുണ്ട്. ഇതിനെയാണ് ബൈൻഡിങ് അഫിനിറ്റി എന്ന് വിളിക്കുന്നത്. ഹീമോഗ്ലോബിനാണല്ലോ, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനാണല്ലോ ഓക്സിജനെ പിടിച്ചു വയ്ക്കുന്നത്. ആ ഹീമോഗ്ലോബിനാണല്ലോ ഓക്സിജനെ ക്യാരി ചെയ്ത് സെല്ലിൽ കൊണ്ട് കൊടുക്കുന്നത്, ബ്ലഡിലുള്ള സെല്ലിൽ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കയ്യിൽ കുറച്ച് ഓക്സിജനെ പിടിച്ചു വയ്ക്കാനുള്ള കഴിവിനെയാണ് ബൈൻഡിങ് അഫിനിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ രാജുവിൻ്റെ കയ്യിൽ 10 മിഠായി കൊടുത്തിട്ട് അടുത്ത ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് കൊണ്ടു കൊടുക്കാൻ പറയും. ഈ രാജു 10 മിഠായിയിൽ ഇത്രയും കൂടെ ഞാനെന്തിനാ അവന് കൊടുക്കുന്നു? ഒരു 4 എണ്ണം രാജു അതിൽ നിന്ന് ഇങ്ങെടുക്കുന്നു, കയ്യിൽ പിടിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടിക്ക് എത്ര മിഠായി കിട്ടും? 4 എണ്ണം അയാൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 6 എണ്ണമേ അവിടെ കിട്ടത്തുള്ളൂ. അതേ സമയത്ത് തന്നെ ഞാൻ സതീഷിൻ്റെ കയ്യിൽ 10 മിഠായി കൊടുത്തിട്ട് മറ്റൊരു കുട്ടിക്ക് കൊടുക്കാൻ പറയുന്നു. സതീഷ് ഒരു 2 എണ്ണമേ എടുക്കുന്നുള്ളൂ. അപ്പം ആ കുട്ടിക്ക് എത്ര കിട്ടും? 8 എണ്ണം കിട്ടും, അല്ലേ? ആദ്യത്തെ കേസിൽ രാജു 4 എണ്ണം പിടിച്ചു വെച്ചു. അവിടുത്തെ ബൈൻഡിങ് അഫിനിറ്റി, മിഠായിയോടുള്ള രാജുവിൻ്റെ ബൈൻഡിങ് അഫിനിറ്റി 4 ആയപ്പോൾ അവിടെ അവൈലബിൾ ആയത് 6 ആണ്. രണ്ടാമത്തെ കേസിൽ ബൈൻഡിങ് അഫിനിറ്റി കുറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ 2 എണ്ണം മാത്രമേ സതീഷ് പിടിച്ചു വെച്ചുള്ളൂ. അപ്പോൾ അവിടെ എത്ര കിട്ടി? 8 എണ്ണം കിട്ടി. ബൈൻഡിങ് അഫിനിറ്റി കുറഞ്ഞപ്പോൾ, സതീഷിന് ബൈൻഡിങ് അഫിനിറ്റി കുറഞ്ഞപ്പോൾ കിട്ടേണ്ടുന്നിടത്ത് കൂടുതൽ കിട്ടി. ഇതുപോലെ ഹീമോഗ്ലോബിൻ്റെ ബൈൻഡിങ് അഫിനിറ്റി കുറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 1.36 ml ഓക്സിജൻ 1 ഗ്രാം ഹീമോഗ്ലോബിൻ പിടിച്ചു വയ്ക്കുമെങ്കിൽ ഈ 1.36 എന്ന് പറയുന്നത് 1.26 1.16 കുറഞ്ഞാൽ കൂടുതൽ ഓക്സിജൻ അവിടെ ലഭ്യമാകുമല്ലോ. ഇതിനെയാണ് ബൈ ഡിക്രീസിങ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ മോർ ഓക്സിജൻ മേ ബി അവൈലബിൾ ഇൻ ദ സെൽ. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് കേസ്. ആൻഡ് മൂന്നാമതായിട്ട് ബൈ ഇൻക്രീസിങ് ബ്രീത്തിങ് റേറ്റ്. നിങ്ങൾക്കറിയാം, സാധാരണ നിങ്ങൾ ശ്വസിക്കുന്ന ഒരു ശ്വസന നിരക്കുണ്ട്. ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് 1 മിനിറ്റിൽ ഏതാണ്ട് 12 മുതൽ 20 വരെ ആണ് 1 മിനിറ്റിലെ ബ്രീത്തിങ് റേറ്റ്. ഈ സ്ലൈഡുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഹീമോഗ്ലോബിൻ്റെ ബൈൻഡിങ് അഫിനിറ്റിയെക്കുറിച്ചുള്ള ചില ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ബ്രീത്തിങ് റേറ്റിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് കാണാം. ഓരോ ഏജ് ഗ്രൂപ്പിലും എങ്ങനെയാണ് ബ്രീത്തിങ് റേറ്റ് വ്യത്യസ്തമാവുന്നതെന്നും അത് അഡൾട്ടിലേക്ക് വരുമ്പോൾ ബ്രീത്തിങ് റേറ്റ് കുറയുമെന്നും വളരെ ചെറിയ കുട്ടിക്ക് ബ്രീത്തിങ് റേറ്റ് കൂടുതലാണെന്നും ഒക്കെ നമുക്കിത് കാണാൻ പറ്റും ഈ സ്ലൈഡിൽ. അപ്പോൾ
ഈ ബ്രീത്തിങ് റേറ്റ് സാധാരണ പോലെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴുള്ള ബ്രീത്തിങ് റേറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളൊന്ന് ഓടുകയോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ അണയ്ക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ശരീരകോശങ്ങൾക്ക് പേശി കോശങ്ങൾക്ക് കൂടുതൽ എനർജി ആവശ്യമാണ്. കൂടുതൽ എനർജി ഉണ്ടാക്കേണ്ടുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ഓക്സിജൻ സെല്ലുകളിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അണയ്ക്കുക വഴി കൂടുതൽ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നത്. സോ അങ്ങനെ ബ്രീത്തിങ് റേറ്റ് കൂടിക്കൊണ്ട് ഓക്സിജൻ കൂടുതൽ അവൈലബിൾ ആക്കാം. സോ ഹിയർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മെനി ട്രൈബൽസ് living in high altitude of Himalaya experience altitude sickness. A. What is the reason for this? What is the reason? Because of low pressure and low availability of oxygen. That is the reason. Low availability of oxygen is the reason. And what are the symptoms? Nausea, fatigue, talarcha, heart palpitations. 3. How they overcome the situation. How they overcome? By 3 ways. 1. By increasing the RBC production. 2. By decreasing the binding affinity of hemoglobin. 3. By increasing the breathing rate. So these are the adaptations. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചില ജീവികൾ പല ജീവവർഗങ്ങളിലും ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ജീവിക്കുന്ന ചുറ്റുപാടുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി കാണിക്കുന്ന ചില അഡാപ്റ്റേഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും തെർമോസിഡോഫൈൽസിനെ കുറിച്ച് പഠിച്ചത്. എന്താണ് അവയുടെ പ്രത്യേകത? ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹൈ ആസിഡിറ്റിയും ഒക്കെ ഉള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കുമ്പോൾ അതിനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെല്ലിന് പുറത്തുള്ള ആവരണത്തെക്കുറിച്ചൊക്കെ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തെർമോസിഡോഫൈൽസ് എന്ന ബാക്ടീരിയയുടെ അഡാപ്റ്റേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുസ്തകത്തിൽ ചില റെഫറൻസുകളുണ്ട്. ഇപ്പോൾ പോളാർ റീജിയൻസിലൊക്കെ ഉള്ള ഫിഷസ് എങ്ങനെയാണ് ഈ പോളാർ റീജിയൻസിലുള്ള ഫിഷസ് ഈ പറഞ്ഞോണം ജലാശയങ്ങൾ ഉറഞ്ഞ് പോകുന്ന ഐസായി മാറുന്ന ജലാശയങ്ങളിലുള്ള ഫിഷസ് ഉണ്ട്. ഇവയെങ്ങനെയാണ് ജീവിക്കുന്നത്? സാധാരണ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ബോഡിയിലെ സൈറ്റോപ്ലാസം ക്രിസ്റ്റലൈസ് സോളിഡായി പോകും. നിങ്ങൾ മാർക്കറ്റിൽ നിന്നൊരു ഫിഷിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഫ്രീസറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു നീളമുള്ള ഫിഷ് സോഡ് ഫിഷ് വാളയുണ്ടല്ലോ, ഈ വാള നമുക്ക് ഫ്രീസറിൽ വെക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചുറ്റിയെടുത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്ക് ശേഷം അതെടുത്ത് നീക്കാൻ ശ്രമിച്ചാൽ അത് വളരെ കട്ടിയായി അത് ഒടിഞ്ഞു പോകുന്ന രീതിയിൽ ബ്രിട്ടിൽ ആ കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്ത് ലിക്വിഡ് കണ്ടീഷനിൽ സൈറ്റോപ്ലാസം ഇരുന്നപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. ഫ്രീസറിൽ വെച്ചപ്പോൾ അത് ക്രിസ്റ്റലൈസ് ചെയ്തപ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ സോളിഡായി പോയതുകൊണ്ടാണ് അത് ബ്രിട്ടിൽ കണ്ടീഷനിലേക്ക് വന്നത്, അല്ലെങ്കിൽ കട്ടിയായി പോയത്. ഇതുപോലെ എന്തുകൊണ്ട് പോളാർ ലേക്കിൽ കിടക്കുന്ന അല്ലെങ്കിൽ വെള്ളം ഉറഞ്ഞു പോകുന്ന ജലാശയങ്ങളിലെ ഫിഷസ് ഇതുപോലെ ചത്തുപോകുന്നില്ല? അതിനൊരു ഉത്തരം നമുക്കറിയാം. നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, പോളാർ റീജിയൻസിലേക്കുള്ള റോഡുകളിൽ ഐസ് വന്ന് മൂടും. അപ്പോൾ ഈ ഐസിനെ എങ്ങനെയാണ് അവിടെ റിമൂവ് ചെയ്തിരുന്നത്? ഉപ്പ് വിതരണം എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഉപ്പ് വിതറുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? 0 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം, നോർമൽ വാട്ടർ പ്യുവർ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്ത് ഐസാവുമെങ്കിൽ ഉപ്പുവെള്ളം സലൈൻ വാട്ടർ 0 ഡിഗ്രിയിൽ ഫ്രീസ് ചെയ്യുന്നില്ല, അതിലും താഴേക്ക് മൈനസിലേക്ക് പോകും, അപ്പോഴേ ഫ്രീസ് ചെയ്യത്തുള്ളൂ. അതുപോലെ ഇത്തരം ഫിഷസിൻ്റെ സൈറ്റോപ്ലാസത്തിൽ സർട്ടൺ ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻസ് ആർ ദെയർ. ഫോർ എക്സാമ്പിൾ ചാപ്പറോണിൻ, നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ചില ആൻറ്റി ഫ്രീസ് പ്രോട്ടീനുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഫോർ ഫർദർ സ്റ്റഡീസ്. നമ്മുടെ പുസ്തകത്തിൽ ആവശ്യമില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് കൊണ്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ ഇവയുടെ സൈറ്റോപ്ലാസം ഫ്രീസ് ആവില്ല. അതേപോലെ തന്നെ മറ്റൊരു കേസ് പുസ്തകം പുസ്തകം ചില കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ, ഉത്തരം പുസ്തകത്തിലില്ല, എക്സ്പ്ലനേഷൻ ഇല്ല. ചില ജലാശയങ്ങളിൽ സമുദ്രത്തിൻ്റെയൊക്കെ അഗാധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രഷർ, സർഫസിലുള്ള പ്രഷർ, ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണെങ്കിൽ അത് സമുദ്രാന്തർ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പ്രഷർ അത് 10 മടങ്ങായി, എൻ്റെ 100 ഇരട്ടി വരെയൊക്കെ വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെയുള്ള ജീവജാലങ്ങൾ ക്രഷ് ചെയ്ത് പോകാത്തത്? ഇപ്പം നമ്മൾ റോഡിലിരിക്കുന്ന റോഡിലൂടെ പോകുന്ന ഒരു തവളയുടെ മുകളിലേക്ക് ഒരു പാണ്ടി ലോറി കയറിപ്പോയാൽ അതിൻ്റെ ആ പ്രഷർ വരുമ്പോൾ അത് ക്രഷ് ചെയ്ത് പോകുന്നത് നമുക്കറിയാം. ഇതുപോലെ എന്തുകൊണ്ട് ഈ ഹൈ പ്രഷറിൽ സമുദ്രാന്തർഭാഗത്തുള്ള ജീവജാലങ്ങൾ ക്രഷ് ചെയ്ത് പോകുന്നില്ല, പൊട്ടിത്തകർന്നു പോകുന്നില്ല? അവിടെ ആ ജീവജാലങ്ങൾ അഡാപ്റ്റഡ് ആണ്. എങ്ങനെ അഡാപ്റ്റഡ് ആണ്?
ഞാൻ പറഞ്ഞു, റോഡിലിരിക്കുന്ന ഒരു തവളയുടെ മേളിലൂടെ ലോറി കയറിപ്പോയാൽ അത് ക്രഷായി പോകുമെങ്കിൽ, അതേപോലെ ഒരു തടിക്കഷ്ണമാണ് റോഡിലിരിക്കുന്നതെങ്കിൽ ഈ വണ്ടി കയറിപ്പോയാൽ ആ തടിക്കഷ്ണത്തിന് പലപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. എന്താ കാരണം? നമ്മുടെ ബോഡി ക്യാവിറ്റിയിലുള്ള എയർ സ്പേസസ് ഉള്ളപ്പോഴാണ് ആ പ്രഷർ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. അതേസമയത്ത് എയർ സ്പേസസ് ഇല്ലെങ്കിൽ, ഇരുമ്പ് കട്ടയിൽ തടിക്കട്ടയിൽ എയർ സ്പേസസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ മേളിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷർ അതിലൂടെ പാസ് ചെയ്തങ്ങ് താഴേക്ക് പോകും. ഇതുപോലെ ഈ സമുദ്രാന്തർഭാഗത്തുള്ള ജീവജാലങ്ങൾക്കുള്ളിൽ എയർ സ്പേസസ് തീരെ കുറവായതുകൊണ്ട് തന്നെ മേളിൽ നിന്ന് ആക്ട് ചെയ്യുന്ന പ്രഷർ അതിൻ്റെ ബോഡിയിലൂടെ പാസ് ചെയ്തങ്ങ് താഴേക്ക് പോകുന്നത് കൊണ്ടാവണം ഇവ കൃഷി ചെയ്ത് പോകാത്തത് എന്നുള്ള ചില റെഫറൻസുകളാണ് ഇത് സംബന്ധിച്ച് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചില മോർഫോളജിക്കലും ഫിസിയോളജിക്കലുമായ അഡാപ്റ്റേഷൻ. മറ്റൊന്ന് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. എന്താ ബിഹേവിയറൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ല വെയിലുള്ള റോഡിലൂടെ നടന്നു പോകുന്നു. ആ വെയിലിൻ്റെ തീക്ഷ്ണതയെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഒരു കുട നിവർത്തി പിടിച്ചുകൊണ്ട് നടന്നു പോയാൽ അതിനെയാണ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കോവളത്തൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ വിദേശികളും മറ്റും വെയിൽ കായാൻ വന്ന് കിടക്കുന്നത്, തണുപ്പ് ഉള്ള രാജ്യങ്ങളിലുള്ളവർ വന്ന് വെയിൽ കായുന്നതും നിങ്ങൾക്ക് കാണാം. അതും ഒരു ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ആണ്, ഒരു താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ ബിഹേവിയറലായിട്ടായാലും മോർഫോളജിക്കലായിട്ടായാലും ഫിസിയോളജിക്കലായിട്ടായാലും അനാട്ടമിക്കലായിട്ടുമുള്ള ഒട്ടേറെ അഡാപ്റ്റേഷൻസ് ആണ് ജീവജാലങ്ങളെ അതിജീവിക്കുന്ന വ്യത്യസ്തമായ ഹാബിറ്റാറ്റുകളോട്, ഇക്കോസിസ്റ്റംസിനോട് പൊരുത്തപ്പെടുവാൻ സഹായിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ ഓരോ ജീവജാലങ്ങളിലും കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായ വൈവിധ്യാത്മകമായ ഒട്ടേറെ ഇത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് നമുക്ക് ദർശിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു സ്റ്റഡി നടത്തുക. ഇക്കോളജിക്കൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലെ ബേസിക് യൂണിറ്റായ ഓർഗാനിസംസിനെ കുറിച്ചും ആ ഓർഗാനിസംസ് അവ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടുന്നതിന് കാണിക്കുന്ന അഡാപ്റ്റേഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓർഗാനിസംസിൻ്റെ അടുത്ത ലെവലായ പോപ്പുലേഷനെക്കുറിച്ചും പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നീട് പഠിക്കാം.